നിങ്ങൾക്ക് ഷാജി പാപ്പനും ടീമും മൂന്നാം തവണയും വരുന്ന ആട് 3 എന്ന സിനിമയുടെ കഥ കേൾക്കണോ? നിങ്ങൾ ആട് ഒരു ഭീകരജീവിയാണ്, ആട് 2 എന്നീ ചിത്രങ്ങൾ കണ്ടവരാണോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആട് 3ക്കായി കാത്തിരിക്കുന്ന ഒരു ആരാധകനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കഥ പൂർണ്ണമായിട്ട് കേട്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക. അപ്പോൾ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ഷാജി പാപ്പൻ്റെ ആരാധകനാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഇന്റർനാഷണൽ നോട്ടടി സംഘത്തെയും ലോക്കൽ റൗഡികളെയും ഒക്കെ പിടിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പാപ്പനെയും കൂട്ടരെയും കാത്തിരുന്നത് നാട്ടുകാരുടെ വക വമ്പൻ സ്വീകരണമാണ്. നാടിളകി മറിഞ്ഞ സ്വീകരണത്തിനും ആവേശത്തിനുമൊക്കെ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ പാപ്പനെ സ്വീകരിച്ചത് ശക്തമായ ഒരു ആട്ടോടുകൂടി അമ്മച്ചിയാണ്. കയ്യിലുള്ള പണ്ടം പണയം വെച്ചും കടം വാങ്ങിയുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയിരിക്കുകയാണ് അമ്മച്ചി. സ്വീകരണവും പേരും മാത്രമേ ഉള്ളുവെന്നും കയ്യിൽ 5 പൈസ ഇല്ലാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാമിടാമെന്നും ആധാരം കൊണ്ടുവന്നിട്ട് മതി വീട്ടിനുള്ളിലെ വാസമെന്നും അമ്മച്ചി പറയുന്നതോടെ പാപ്പൻ പ്രതിസന്ധിയിലാകുന്നു. ഡോളറൊക്കെ കാണിച്ചു നോക്കിയെങ്കിലും പിന്നെയും പറ്റിക്കാൻ നോക്കുന്നോടാ എന്നും പറഞ്ഞ് ഒരു ആട്ടുകൂടി ആട്ടുന്നുണ്ട് അമ്മച്ചി. വല്ല വിധേനയും തപ്പിത്തടഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്ന പലിശക്കാരൻ അബ്ദുള്ളയെ തേടി പാപ്പനും പിള്ളേരും കൂടി ഒറ്റപ്പോക്കാണ്. അതിനിടയിൽ ഇവന്മാർ ഇന്റർനാഷണൽ CIDകളാണെന്നും അതല്ല ഇവന്മാരെ നാട്ടിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പോലീസ് ഏർപ്പെടുത്തിയ ചാരന്മാരാണെന്നുമൊക്കെയുള്ള കരക്കമ്പികൾ അബ്ദുള്ളയുടെ ചെവിയിലും എത്തിയിരുന്നു. അങ്ങനെ അയാൾ ഭയന്നിരിക്കുന്ന നിമിഷത്തിലാണ് പാപ്പന്റെയും പിള്ളേരുടെയും വരവ്. മര്യാദയ്ക്ക് ആധാരം താടോ, കാശൊക്കെ ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ തരും, ഇല്ലെങ്കിൽ താൻ അകത്തു പോയി കിടക്കുമെന്ന രണ്ടും കൽപ്പിച്ചുള്ള വിരട്ടിനു മുന്നിൽ അബ്ദുള്ള ഒന്നും മിണ്ടാതെ ആധാരമെടുത്ത് തിരികെ ഏൽപ്പിക്കുന്നു. കാശൊന്നും തന്നില്ലേലും കുഴപ്പമില്ലെന്നും ഇനി എപ്പോഴെങ്കിലും കാശിന് ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കരുതെന്നും നിങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാണെന്നും കൂടി അബ്ദുള്ള ഓർമ്മിപ്പിക്കുന്നതോടെ പാപ്പനും പിള്ളേരും ശരിക്കും ഞെട്ടുന്നു. ഇതെന്ത് മറുമായമെന്ന് പാപ്പനും പിള്ളേരും ഒന്ന് അമ്പരക്കുന്നുണ്ടെങ്കിലും ഗൗരവം വിടാതെ ആധാരം വാങ്ങി തിരികെ പോകുന്നു. നിമിഷ നേരം കൊണ്ട് ആധാരം തിരിച്ചെടുക്കുന്നതോടെ യവനിനി ശരിക്കും CID ആണോ എന്ന സംശയം അമ്മച്ചിയിലും ഉടലെടുക്കുന്നു. പാപ്പനല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ലെന്ന് അയൽവക്കത്തെ പെങ്കൊച്ച് സ്റ്റെല്ല ഉറക്കെ പ്രഖ്യാപിക്കുന്നത് കേട്ട് പാപ്പൻ മാത്രമല്ല അബുവും ക്ലീറ്റസും എല്ലാവരും ഞെട്ടുന്നു. വെറുതെയെങ്കിലും പാപ്പനൊരു പ്രണയഗാനത്തിലെ നായകനാകുന്നത് ക്ലീറ്റസ് ഒന്ന് സങ്കല്പിച്ചു നോക്കുന്നു. പിന്നീട് ക്ലീറ്റസിന്റെ മനസ്സിലൂടെ പാപ്പന്റെ ഒരു റൊമാൻറ്റിക് സോങ് ആണ്. ഗാനത്തിനൊടുവിൽ വീട്ടുമുറ്റത്ത് പ്രസിഡന്റ് ഉതുപ്പ് വന്ന് നിൽക്കുന്നു. ഈ വിവരം ഇത്ര പെട്ടെന്ന് ഇയാളും നാട്ടുകാരും അറിഞ്ഞോ എന്ന് എല്ലാവരും ശങ്കിച്ചു നിൽക്കെ ഉതുപ്പ് വന്ന കാര്യം പറയുന്നു. മാറിയ സാഹചര്യത്തിൽ ക്ലബ്ബ് വീണ്ടെടുക്കാൻ ഒരു 6 മാസം കൂടി അനുവദിച്ച കാര്യം പറയാൻ വന്നതായിരുന്നു ഉതുപ്പ്. സ്റ്റെല്ലയ്ക്ക് മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് കൂടി ഉതുപ്പ് കരുതുന്നുവെങ്കിലും അത് ചീറ്റിയ കാര്യം ഉതുപ്പ് അറിയുന്നില്ല. പതിവ് പോലെ തന്നെ തന്റെ വീരവാദ കഥകൾ കൊണ്ട് പോലീസുകാരെ ഷമീർ ബോറടിപ്പിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് സ്റ്റേഷനിൽ പാപ്പൻ ഒപ്പിടാൻ ചെല്ലുന്നത്. സകല പോലീസുകാർക്കും ഇപ്പോൾ പാപ്പനോട് വൻ മതിപ്പാണ്. എനിക്കിവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലുമുണ്ടടാ പിടിയെന്ന തരത്തിലുള്ള പാപ്പന്റെ വീരവാദം അവരെല്ലാം ഏകദേശം വിശ്വസിച്ച മട്ടാണ്. ഷമീറിന് ലേശം അസൂയയുമുണ്ട്. എങ്കിലും നാളെ മുതൽ നീ ഒപ്പിടണ്ട, അതെന്റെ ഒരു സൗജന്യമായി എടുത്തോ എന്ന് പറയുന്നുണ്ട് ഷമീർ. ഈ സ്കീം കൊള്ളാമല്ലോ എന്ന സന്തോഷത്തിൽ പുറത്തിറങ്ങുന്ന പാപ്പനും പിള്ളേരും കിട്ടിയ അവസരം പരമാവധി മുതലാക്കാൻ തീരുമാനിക്കുന്നു. കവലയിലെ ചായക്കടയിൽ ചെന്ന് ചായ കുടിക്കുന്ന പാപ്പന്റെയും പിള്ളേരുടെയും കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങുന്നില്ല ചായക്കടക്കാരൻ. എന്നാൽ പിന്നെ 2 പൊറോട്ടയും ബീഫ് കറിയും കൂടി എല്ലാവർക്കും പോരട്ടെ എന്ന് ക്യാപ്റ്റൻ ക്ലീറ്റസ് ഓർഡർ ചെയ്യുന്നത് കേട്ട് ചായക്കടക്കാരൻ ഞെട്ടുന്നു. ഇതേ സമയം തമിഴ്നാട്ടിൽ മറ്റൊരു ചായക്കടയിൽ പൊറോട്ടയടി വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഡ്യൂഡ്. ഇത്തവണത്തേക്ക് മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാല് പിടിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഡ്യൂഡ്. ഡെയിലി അടിക്കേണ്ട പൊറോട്ടയുടെ എണ്ണം കൂട്ടിയും കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് വെച്ചുമൊക്കെയാണ് ഡ്യൂഡിനെ ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നത്. എങ്കിലും യവൻ പുലിയാണെന്നറിയാവുന്നത് കൊണ്ട് എന്റർടൈൻമെന്റ് ഒന്നും മുതലാളി ഇപ്പോൾ നടത്താറുമില്ല. തന്നെയുമല്ല, പൊറോട്ടയുടെ ശബ്ദം കേട്ട് അത് വെടിയുച്ചയാണോ എന്ന് സംശയിച്ച് അയാൾ ഞെട്ടി ഉണരാറുമുണ്ട്. കയ്യിൽ കിട്ടിയ ഡോളർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാപ്പനും പിള്ളേരും. ഇത് ചിലവാക്കാൻ ഒന്ന് അമേരിക്ക വരെ പോയി വന്നാലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട് അബു. അങ്ങനെ ചിലവാക്കിയിട്ട് എന്ത് കാര്യം, അതുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുകയാണ് പാപ്പൻ. തൽക്കാലം ഡോളർ വീട്ടിലെ തട്ടുംപുറത്ത് വെക്കാമെന്ന ഐകകണ്ഠേനയുള്ള തീരുമാനത്തിലെത്തുന്നു പാപ്പനും ടീമും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സ്ലോ മോഷനിൽ നടന്ന് വെട്ടത്ത് വന്ന് നിലവിളിച്ച് കരയുകയാണ് സാത്താൻ സേവ്യർ. ഡോളർ പോയതോടെ തന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണെന്ന് പരിതപിക്കുകയാണ് സാത്താൻ. സംഭവം കടത്തിയിരിക്കുന്നത് തലയിൽ തൊപ്പിവെച്ച മുസൽമാനായ ഒരു ബംഗാളിയും കൂട്ടാളിയുമാണെന്ന് കഞ്ചാവ് സോമൻ പറയുന്നതോടെ നാട്ടിലുള്ള സകല തൊപ്പിവെച്ച ബംഗാളികളെയും പൊക്കാൻ സാത്താൻ തീരുമാനിക്കുന്നു. ഇതേസമയം 6 മാസത്തിനുള്ളിൽ എങ്ങനെ ക്ലബ്ബ് തിരിച്ചുപിടിക്കാമെന്ന കൂലങ്കഷമായ ചർച്ചയിലാണ് പാപ്പനും പിള്ളേരും. പലരും പല ഐഡിയാസും പറഞ്ഞെങ്കിലും നമുക്ക് തന്നെ ഒരു വടംവലി മത്സരം നടത്തിയാൽ എന്താ എന്ന ചിന്തയിൽ എത്തി നിൽക്കുന്നു ഒടുവിൽ പാപ്പനും പിള്ളേരും. അതിനൊക്കെ കാശ് എവിടെ എന്ന ചോദ്യത്തിന് വിജയികൾക്ക് ഡോളർ സമ്മാനമായി നൽകാമെന്നും അവർ തീരുമാനിക്കുന്നു. ഇതിന്റെ സന്തോഷത്തിന് 2
രണ്ടെണ്ണം പിടിപ്പിച്ചിട്ട് പിരിഞ്ഞുപോയ വഴിയിൽ ക്യാപ്റ്റൻ ക്ലീറ്റസ് ആ രാത്രിയിൽ അടുത്തുള്ള പൊട്ടക്കിണറ്റിൽ വീഴുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഒന്ന് ശങ്കിച്ചെങ്കിലും ക്ലീറ്റസ് അബുവിനെ ഫോൺ ചെയ്തു വരുത്തുന്നു. കിണറ്റിൽ നിന്നും ക്ലീറ്റസ് പൊങ്ങി വരുന്നത് ഒരു കെട്ട് 2000-ന്റെ നോട്ടുമായാണ്. ഇത് കണ്ട അബു അപ്പോൾ തന്നെ കിണറ്റിലേക്കെടുത്ത് ചാടുന്നു. അബുവിനും കിട്ടുന്നു മറ്റൊരു കെട്ട്. അവർ പോയി പാപ്പനെ വിളിച്ചു വരുത്തുന്നു. വിശദമായ തപ്പലിനു ശേഷം കിട്ടിയ നോട്ടെല്ലാം കൂടി അവർ ക്ലബിൽ കൊണ്ടുവച്ച് രഹസ്യമായി എണ്ണി തുടങ്ങുന്നു. പലവട്ടം എണ്ണി തെറ്റിച്ച ശേഷം അവർ കൃത്യമായൊരു സംഖ്യയിൽ എത്തിച്ചേരുന്നു. എല്ലാം കൂടി 6 കോടി രൂപ. ഈ സംഖ്യ കേട്ട് ക്ലീറ്റസിന്റെ ബോധം പോകുന്നു. ഈ കാശൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് പാപ്പനും പിള്ളേരും മനക്കോട്ട കെട്ടുന്നു. അതിനിടയിൽ മറ്റൊരു കണ്ടുപിടുത്തം കൂടി അബു നടത്തുന്നു. നോട്ടുകൾക്കെല്ലാം ഒരേ നമ്പർ. ഇത് കള്ളനോട്ടാണെന്ന് അറിയുന്നതോടെ ഇത്തവണ ബോധം പോകുന്നത് പാപ്പന്റേതാണ്. ഇതിനിടയിൽ നിന്ന് അടിച്ചു മാറ്റിയ നോട്ടും കൊണ്ട് ക്ലീറ്റസും അബുവും കൂടി ഒരു കടയിൽ കയറി പുട്ടടിക്കുന്നു. 2000-ന് ബാക്കിയില്ലാത്തതുകൊണ്ട് കടയിൽ പറ്റും തുടങ്ങുന്നു. വണ്ടിക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞ് പാപ്പന് വേണ്ടി ക്ലീറ്റസ് കാശ് കൊടുക്കുന്നു. ഇത് കണ്ട് പാപ്പൻ ഞെട്ടുന്നു. കൂടാതെ വണ്ടി ആദ്യമായി ഫുൾ ടാങ്ക് കാണുന്നു. ഇതിനിടയിൽ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും പറഞ്ഞ് ഫൈനടിച്ച ഷമീറിനും കൊടുക്കുന്നു ക്ലീറ്റസ് ഒരു 2000. ഈ കാശെല്ലാം കൊണ്ട് വൈകിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ കയറുന്ന ഷമീറിനെ കള്ളനോട്ട് കൊടുത്തതിന് പൊക്കുന്നു. പോലീസാണെന്നും പറഞ്ഞ് ഷമീർ അവിടുന്ന് തടിയൂരുന്നു. ആര് കൊടുത്ത നോട്ടാണ് ഇതെന്നറിയാത്ത ഷമീർ പാപ്പനെ ഫോൺ ചെയ്യുന്നു. എത്രയും വേഗം നേരിട്ട് കാണണമെന്ന് അറിയിക്കുന്നു. ഇത് കേട്ട് പാപ്പൻ വിറയ്ക്കുന്നു. പേടിച്ചു വിറച്ച് ഷമീറിന്റെ അടുത്തെത്തുന്ന പാപ്പനോടും പിള്ളേരോടും നാട് മൊത്തം കള്ളനോട്ടാണെന്നും ഇതിന് പിന്നിൽ മറ്റേതോ ഇന്റർനാഷണൽ റാക്കറ്റാണെന്നും കള്ളനോട്ട് കണ്ടെത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള പാപ്പൻ സഹായിക്കണമെന്നും ഷമീർ അഭ്യർത്ഥിക്കുന്നു. തങ്ങളാൽ കഴിയാവുന്ന എല്ലാ സഹായവും നൽകാമെന്ന ഉറപ്പ് പാപ്പനും സംഘവും നൽകുന്നു. വടംവലി മത്സരം നടത്താൻ വലിയൊരു സംഖ്യ വായ്പ ചോദിക്കുന്ന പാപ്പനെയും സംഘത്തെയും പലിശക്കാരൻ അബ്ദുള്ള അപമാനിച്ചിറക്കി വിടുന്നു. ഇവന്മാർ ഒരു പുല്ലുമല്ല എന്ന് അബ്ദുള്ള ഇതോടെ തിരിച്ചറിഞ്ഞിരുന്നു. ഡോളർ എവിടെയെന്നറിയാൻ ബംഗാളികളെ ഓടിച്ചിട്ട് പീഡിപ്പിക്കുന്ന സാത്താൻ സേവ്യർ ആ വാർത്ത അറിയുന്നു. വിന്നേഴ്സ് പോത്തുമുക്ക് നടത്തുന്ന $1,50,000 വടംവലി മത്സരം. ഇതോടെ കാശ് എവിടെയെന്ന് മനസ്സിലാകുന്ന സാത്താൻ പാപ്പനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. അത് വേണ്ട മുതലാളി, അവന്മാർ ഇന്റർനാഷണൽ അധോലോകമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന കഞ്ചാവ് സോമൻ തന്ത്രപരമായി വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ വടംവലി മത്സരത്തിന് ടീമിറക്കാൻ സാത്താൻ സേവ്യർ തീരുമാനിക്കുന്നു. ഇതോടെ വേഷം മാറി ടീമിൽ കയറിപ്പറ്റാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡ്യൂഡും പുറപ്പെടുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ബോംബ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഡ്യൂഡ് ഇത്തവണ മുതലാളിയെ പലിശ സഹിതം അടിച്ച് പഞ്ചറാക്കുന്നു. സാത്താന്റെ ടീമിലേക്ക് ഡ്യൂഡ് എത്തുന്നു. ഈ എല്ലും തോലും പോലിരിക്കുന്നവനെയൊക്കെയാണോ വടംവലിക്ക് വിളിച്ചുകൊണ്ട് വരുന്നതെന്ന സാത്താന്റെ ചോദ്യത്തിനുള്ള മറുപടി സാത്താനെ പൊക്കിയെടുത്ത് വലിച്ചൊരേറായിരുന്നു. തക്കം പാർത്തിരുന്ന ചെകുത്താൻലാസറിന്റെ അനുയായികളും മറ്റൊരു ടീമായി കടന്നു വരുന്നുണ്ട്. ഇതിനിടെ ആടിന് പുല്ലുപറിക്കാൻ പോയ റേച്ചലിന് പറമ്പിൽ കിടന്നൊരു പെട്ടി ലഭിക്കുന്നു. അവൾ അതെടുത്ത് പാപ്പനെ ഏൽപ്പിക്കുന്നു. വിശദമായ പരിശോധനയ്ക്കും ഗഹനമായ ചർച്ചകൾക്കും ശേഷം തങ്ങളുടെ പക്കലുള്ള വ്യാജ 2000-ന്റെ ഒറിജിനൽ അച്ചാണ് അതെന്നും അവർ കണ്ടെത്തുന്നു. ഡോളറിന്റെ കൂടെ അവർ അതുമെടുത്ത് തട്ടിൻപുറത്തിടുന്നു. വടംവലി മത്സരത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. രജിസ്ട്രേഷൻ ഇനത്തിൽ കാശ് വന്ന് കുമിഞ്ഞുകൂടി. 2-3 സ്ഥാനക്കാർക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് സമ്മാനം. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ചെകുത്താനും സാത്താനുമൊക്കെ ജയിച്ചു കയറി വരുമെങ്കിലും അന്തിമ വിജയം വിന്നേഴ്സിന് തന്നെയാണ്. മത്സരത്തെ തുടർന്നുള്ള കൂട്ടയിടിയിൽ സാത്താൻ സേവ്യർ വേർ ഈസ് മൈ ഡോളർ എന്ന് അലർന്നു. പലവിധത്തിൽ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഡോളർ ലഭിക്കുന്നില്ല. സാത്താന്റെ മുന്നിൽ ഡ്യൂഡ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. ഒന്നിച്ചു നിന്നാൽ സകലതും സ്വന്തമാക്കാമെന്ന് അറിയിക്കുന്നു. ഈ തക്കത്തിൽ കഞ്ചാവ് സോമൻ വഴി അബ്ദുള്ളയും അവരോടൊപ്പം ചേരുന്നു. തീർത്തും അപ്രതീക്ഷിതമായി നാടിനെ ഞെട്ടിച്ചുകൊണ്ട് വൻ സന്നാഹങ്ങളുമായി പാപ്പന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. തട്ടുംപുറമടക്കം സകലയിടവും അരിച്ചുപെറുക്കിയിട്ടും അവിടെ നിന്നും യാതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. തിരയുന്നത് ഡോളറും കള്ളനോട്ടുമാണെന്നറിയുന്നതോടെ അതെവിടെയാണെന്നറിയാമെന്ന് പാപ്പൻ പ്രഖ്യാപിക്കുന്നു. സർവ്വസന്നാഹങ്ങളും പാപ്പൻ തെളിയിക്കുന്ന വഴിയെ പോകുന്നു. ഒരു പിടിയും കിട്ടാതെ അബുവും ക്ലീറ്റസും മൂങ്ങയും ലോലനും എല്ലാം ഒപ്പം കൂടുന്നു. അവർ നേരെ അബ്ദുള്ളയുടെ വീട്ടിലെത്തുന്നു. അവിടെ സാത്താനും ഡ്യൂഡുമെല്ലാം ഉണ്ട്. പോലീസിനെയും മറ്റും കണ്ട് ഡ്യൂഡ് വെടിപൊട്ടിക്കുന്നുവെങ്കിലും ധൈര്യസമേതം ഷമീർ അവനെ പൊക്കിയെടുത്ത് വണ്ടിയിലിടുന്നു. ഡോളർ ഞമ്മന്റെ അല്ല സാറേ, അത് സാത്താന്റെ ആയെന്ന് അബ്ദുള്ള പറഞ്ഞപ്പോൾ അപ്പോഴീ അച്ചും കള്ളനോട്ടും നിന്റേത് തന്നെ അല്ലേടാ എന്നും പറഞ്ഞ് ഷമീർ അയാളെയും പൊക്കുന്നു. അബ്ദുള്ളയുടെ അളവറ്റ സ്വത്തും സാത്താന്റെ കയ്യിലെ കണക്കറ്റ പഴയ നോട്ടുകളും ഷമീറിന് ബോണസായി കിട്ടുന്നു. ഡോളറിന്റെ 10% ഇത്തവണയെങ്കിലും തരണേയെന്ന് പാപ്പൻ അഭ്യർത്ഥിക്കുന്നു. അത് നിനക്കുള്ളത് തന്നെയെന്ന് ഷമീർ ഉറപ്പും നൽകുന്നു. വടംവലിയിൽ കുമിഞ്ഞുകൂടിയ കാശും കിട്ടാൻ പോകുന്ന ഡോളറിന്റെ 10% ഒക്കെ കൂട്ടിക്കിഴിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ് പാപ്പനും ടീമും. അപ്പോഴാണ് അബുവിന്റെ ആ സംശയം. എന്നാലും ഇതെല്ലാം എങ്ങനെ അബ്ദുള്ളയുടെ വീട്ടിലെത്തി? അപ്പോൾ ജോർജ് കുട്ടിയെ പോലെ ഗൂഢമായെന്ന് ചിരിച്ചിട്ട് പാപ്പൻ തുടർന്നു. ആ രഹസ്യം എന്നോടുകൂടി തന്നെ മണ്ണടിയട്ടെ. അപ്പോൾ ക്ലീറ്റസിന് മറ്റൊരു സംശയം. എന്നാലും ആ കാശ് പൊട്ടക്കിണറ്റിലും അച്ച് പറമ്പിലും ആരായിരിക്കും കൊണ്ടിട്ടത്? ഇതേസമയം കേരളത്തിലെ മറ്റൊരു ഭാഗത്ത് കാറിൽ സഞ്ചരിക്കുന്ന 2 പേർ. അതിലൊരാൾ ഫോണിൽ, ഇല്ല ബോസ്, ഞങ്ങളെല്ലാം വിദഗ്ധമായി ഒളിപ്പിച്ചിട്ടുണ്ട്.
ആർക്കും സംശയം തോന്നാത്ത ഒരിടത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഞങ്ങളത് പൊക്കിയിരിക്കും. രാത്രിയിൽ മറ്റാരും കാണാതെ പൊട്ടക്കിണറ്റിൽ ചാടുന്ന 2 പേർ. മുകളിൽ നിൽക്കുന്ന അക്ഷമനായ വ്യക്തി. എന്താടാ, വേർ ഈസ് ദ മണി? കിണറ്റിൽ നിന്നുള്ള ശബ്ദം. ബോസ്, ഇവിടെ ഒന്നും കാണുന്നില്ല ബോസ്. കാണുന്നില്ലേ? ഉള്ളതെല്ലാം ആ ചട്ടിയിലോട്ട് വാരിയിടടാ. ശേഷം ഒരു ചട്ടി കിണറ്റിൽ നിന്ന് ഉയർന്നു വരുന്നു. അതിൽ 2 കൊട്ടത്തേങ്ങയും കീറിപ്പറഞ്ഞ ഒരു അണ്ടർവെയറും. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന മൂന്നാമൻ. അപ്പോഴും യഥാർത്ഥ ബോസ് തിരശീലയ്ക്ക് പിന്നിൽ തന്നെ. അണിയറയിൽ മുഴങ്ങുന്ന ലാൽ സലാം എന്ന സംഗീതം. ഇത്രയും കാണിച്ച് സിനിമ അവസാനിക്കുകയാണ്. അതിനുശേഷം ആഡ് 4 കമ്മിങ് സൂൺ എന്ന ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടി ചെയ്യുക.